മക്കളെ, രജത് പട്ടിടാർ എന്താ ആ മനുഷ്യനെക്കുറിച്ച് പറയുക? കിട്ടാക്കനിയായിരുന്ന IPL കപ്പ് പുഷ്പം പറിക്കുന്ന പോലെ, പുഷ്പങ്ങൾ പറിക്കുന്നത് പോലെ RCBക്ക് പറിച്ചു കൊടുത്ത രജത് പട്ടിടാറിനെ കുറിച്ച് നമ്മൾ എന്താ പറയേണ്ടത് അല്ലേ? കഴിഞ്ഞ വർഷം രജത് പട്ടിടാറിൻ്റെ നേതൃത്വത്തിൽ RCBയുടെ ഒരു റിഡംഷൻ ആയിരുന്നെങ്കിൽ ഈ വർഷം ഡോമിനേഷനാണ്. ആദ്യ മത്സരം മുതൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ കളിക്കാൻ ഇറങ്ങിയത്. യെസ്, വി ആർ ദ ചാമ്പ്യൻസ് എന്ന് പറഞ്ഞിട്ട് അവരിറങ്ങിയത് അല്ലേ? അതിന് മുന്നിൽ നിന്ന് നയിക്കുന്നത് രജത് പട്ടിടാർ. ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം. ഒരു കളി നമ്മുടെ കയ്യിൽ നിന്ന് പോകില്ല, ഒരു ട്രോഫി നമ്മുടെ കയ്യിൽ നിന്ന് പോകില്ല എന്നാണ് പുള്ളിയുടെ ഓരോ മൂവ്മെൻറ്റിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് അല്ലേ? ഇയാളുടെ കഥ തുടങ്ങുന്നത്, IPL കഥ തുടങ്ങുന്നത് 2021 RCB 20 ലക്ഷം രൂപയ്ക്ക് വിളിച്ചെടുത്തുകൊണ്ടാണ്. എന്നാൽ വെരി വെരി പുവർ പെർഫോമൻസ് ആയിരുന്നു. 4 മാച്ചേ കളിച്ചുള്ളൂ, വെറും 71 റൺസ് എടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ RCB പിറ്റേ വർഷം 2022 ഓപ്ഷനിൽ അദ്ദേഹത്തെ റിലീസ് ചെയ്തു എന്ന് മാത്രമല്ല, അൺസോൾഡും ആയിപ്പോയി ആ സീസണിലെ ഓപ്ഷനിൽ. അവസ്ഥ വെച്ചു. അങ്ങനെ പുള്ളി വിഷമിച്ചിങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് ഇഞ്ചുറി റീപ്ലേസ്മെൻ്റ് ആയിട്ട് RCB തന്നെ വിളിക്കുന്നത്. ഇപ്പോഴും പുള്ളിക്കൊരു സംശയം ഉണ്ടായിരുന്നു, പോകണോ? കഴിഞ്ഞ വർഷം പോയിട്ടും സെറ്റായില്ല, ഓൾറെഡി അൺസോൾഡായി, വേണ്ട, ഞാൻ ഡൊമസ്റ്റിക് എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ട് അങ്ങ് പോയിക്കോളാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും വീട്ടുകാരെല്ലാം നിർമ്മിച്ചില്ല, ഒരു ചാൻസ് അല്ലേ, എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇഞ്ചുറി റീപ്ലേസ്മെൻ്റ് ആയി വന്ന രജത് പട്ടിടാർ എലിമിനേറ്ററിൽ LSDക്കെതിരെ ഒരു കിടിലൻ സെഞ്ചുറി അടിച്ചുകൊണ്ട് വരവറിയിച്ചു ലോകത്തിന്. മക്കളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല ഞാനൊരു ഡേഞ്ചർമാനാണ്. പക്ഷേ കാലം വീണ്ടും അദ്ദേഹത്തിന് കാത്തു വെച്ചത് ചില പ്രശ്നങ്ങളായിരുന്നു. അതാണ് നമുക്ക് ഈ ജീവിതം എന്ന് പറയുന്നത്. ഹാപ്പി, സാഡ്, ഹാപ്പി, ഇത് മിക്സഡ് ആയിരിക്കണം അല്ലേ? അല്ലാതെ ഹാപ്പി മാത്രം അല്ലെങ്കിൽ വിഷമം മാത്രം അങ്ങനെയല്ലല്ലോ. 2023 സീസൺ മുഴുവൻ അദ്ദേഹത്തിന് പരിക്ക് മൂലം നഷ്ടപ്പെട്ടു. എന്നാൽ 2024 ആയപ്പോൾ അദ്ദേഹത്തിന് ചില നല്ല കാലമൊക്കെ വന്നു. ഇന്ത്യൻ ടെസ്റ്റ് ടീമിലൊക്കെ ചാൻസ് കിട്ടി, തിളങ്ങാൻ പറ്റിയില്ല, അത് വേറെ കാര്യം. പക്ഷേ IPL കിണ്ണം കാഴ്ച പെർഫോമൻസ് ആയിരുന്നു. 550 അടക്കം 395 റൺസാണ് ആ സീസണിൽ നേടിയത്. 2025 തലവരെ അങ്ങോട്ട് മാറിയത്. RCBയുടെ ക്യാപ്റ്റൻസി എടുത്ത് രജത് പട്ടിടാറിൻ്റെ കയ്യിലോട്ട് അങ്ങ് കൊടുത്തു. അതോടെ പട്ടിടാറിൻ്റെയും RCBയുടെയും ആ സെറ്റപ്പ് അങ്ങോട്ട് മാറി. ഭാഗ്യമില്ലാത്ത ടീം, അല്ലെങ്കിൽ പടിക്കൽ ചെന്ന് കുടം ഉടയ്ക്കുന്ന ടീം, ബാറ്റിംഗ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഗുണമില്ല ഇവരെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ടീമിനെ കപ്പം കടിപ്പിച്ചു. അപ്പോൾ കുറേ ആളുകൾ വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് കാരണമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. കുറേ ആളുകൾ, ശത്രുക്കൾ പറഞ്ഞു, അത് ചക്ക വീണ് മുയൽ കത്തതല്ലേ ഇതൊക്കെ. 2026 ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിയതാണല്ലോ. രജത് പട്ടിടാർ, എ ട്രൂ ലീഡർ.